പട്ടുസാരിയുടെയൊക്കെ പല്ലുവിൽ ഇങ്ങനെ ചെണ്ട് കെട്ടുന്നത് കുറച്ച് സമയം എടുക്കുന്ന പണിയാണ്. അപ്പോൾ നമ്മൾ അതെങ്ങനെ മാക്സിമം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചെണ്ട് കെട്ടുന്നതിന് വേണ്ട നൂലിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ എക്സ്ട്രാ ഫാബ്രിക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പല്ലുവിൻ്റെ 2 കോർണറിലുള്ള കുറച്ച് നൂല് നമുക്കിങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ക്രോസ് ചെയ്ത് പോയിരിക്കുന്ന നൂല് നമ്മളിങ്ങനെ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി. പിന്നെ ഈ കോർണർ ഭാഗത്തായിട്ട് കുഞ്ഞു കുഞ്ഞു നൂലിൻ്റെ പീസ് ഇങ്ങനെ സ്റ്റക്കായിരിപ്പുണ്ടാവും. അതാദ്യം നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ 2 ഭാഗത്തും ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ നടുക്കൂടി ക്രോസ് ചെയ്ത് പോകുന്ന നൂല് വലിച്ചൂരി എടുക്കാറുള്ളത്. ഇങ്ങനെ 2 ഭാഗവും കട്ട് ചെയ്തതിന് ശേഷം വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഇനി ഈ ചെണ്ട് കെട്ടാനുള്ള നൂലിൻ്റെ ചുളിവൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെയർ കോമ്പ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചീകി കൊടുക്കാം. ഇപ്പോൾ കസവൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് ചുളുക്കുണ്ടാവും. അതാണെങ്കിൽ അയൺ ബോക്സിൽ ചെറിയ ചൂടിട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ചീകിയാലും മതി. പിന്നെ ഈ ചെണ്ട് കെട്ടുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ കൊടുക്കാം. ഇവിടെ ഞാൻ ഏകദേശം ഒരു 1 ഇഞ്ചുള്ള വിഡ്ത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് 1 ഇഞ്ച് മനസ്സിലാകാത്തവർക്ക് വേണമെങ്കിൽ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെണ്ട് കെട്ടാം. ആദ്യം ഈ ഒരു കോർണർ ഭാഗത്തുനിന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർക്കിങ് വരെയുള്ള നൂല് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം കൈകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയതിന് ശേഷം നമ്മൾ നോർമലി കെട്ടിടുന്നത് പോലെ ഇങ്ങനെ ഒന്ന് വിരലിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നൂല് പുറത്തേക്ക് എടുക്കുന്നതിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു നീഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹോള് വരുന്ന ഭാഗം ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഈ നൂല് പുറത്തോട്ട് എടുക്കാം. ഇനി ഈ കെട്ടിൻ്റെ പൊസിഷൻ വേണമെങ്കിൽ നമുക്ക് സാരിയോട് ചേർത്ത് വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ താഴോട്ട് ഇറക്കിയും വെക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഹോളിനകത്ത് തന്നെ ഈ നീഡിലിട്ടതിന് ശേഷം മുകളിലോട്ടും താഴോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ മാക്സിമം മുകളിലേക്കായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് താഴേക്കുള്ള ഈ ഒരു ടാസലിൻ്റെ നീളം കൂടുതലുണ്ടായിരിക്കും. ഇങ്ങനെ മുകളിൽ കെട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം നീളം ആവശ്യമുണ്ടോ അതനുസരിച്ച് വേണമെങ്കിൽ പിന്നീട് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. ചിലരൊക്കെ ഈ നൂലിങ്ങനെ ചുരുട്ടിയതിന് ശേഷം കൈകൊണ്ട് തന്നെ ഇങ്ങനെ കെട്ടിട്ടെടുക്കാറുണ്ട്. അതിന് നന്നായിട്ട് സമയം എടുക്കാറുണ്ട്. ഇങ്ങനെ നീഡിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമുക്ക് ക്രോഷയ്ക്ക് ഉപയോഗിക്കുന്ന നീഡിൽ ഉപയോഗിച്ചോ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഈ വിരലിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ച നൂലിനെ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പുറത്തോട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം വിരൽ പുറത്തേക്ക് എടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ നീഡിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വിരൽ പുറത്തേക്ക് എടുത്തതിന് ശേഷം മുകളിലോട്ടും താഴോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാം. ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സ്റ്റിച്ചിങ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.